ഇന്നത്തെ ദിവസം ഞാൻ തുഴഞ്ഞാണ് അവസാനിപ്പിച്ചത്. രാവിലെ എണീറ്റ് ഒരു കോഫി ഇട്ട് തുടങ്ങിയ ഓട്ടമാണ്. ഇന്ന് 2 മങ്കന്മാരെയും ഒരു മങ്കയെയും എനിക്ക് ഒരുക്കി വിടാനുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ കോഫി ഫസ്റ്റ്. നല്ല സ്ട്രോങ് ആയിട്ടൊരു കാപ്പി കുടിച്ചാൽ ബാക്കി എല്ലാ പരിപാടിയും നടക്കും. രാത്രി ഒരുവിധപ്പെട്ട പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് കിടന്നതുകൊണ്ട് കിടന്നപ്പോൾ ലേറ്റായി. 6 മണിക്ക് അലാം വെച്ചുവെങ്കിലും 6:30 ആയിട്ടും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. മരിയമോള് വന്ന് വിളിച്ചുണർത്തിയപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇനി കോഫി കുടിക്കാം. ഷിബു ഇത് രാവിലെ എവിടെ പോയതാണാവോ? മരിയ നെയിൽസ് ഒക്കെ ഫിക്സ് ചെയ്തെന്നാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സും എഗ്ഗ് പുഴുങ്ങിയതുമാണ്. ഈ സമയത്തിനുള്ളിൽ അതേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും 9 മണിക്ക് ഇറങ്ങണം, എനിക്കുൾപ്പെടെ. നമ്മൾ ഈ ഓട്സ് ഇട്ട് വെച്ചേക്കുന്ന കണ്ടെയ്നറിൻ്റെ ലിങ്ക് ഞാൻ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ YT ഷോർട്സിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിലും FBയിലും ലിങ്ക് വരില്ല, യൂട്യൂബിൽ മാത്രമേ കിട്ടുള്ളൂ. ഞാനും ഇന്നൊരു കോളേജിലേക്ക് പോവുകയാണ് ഓണം സെലിബ്രേഷന് ജഡ്ജായിട്ട്. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ജെനിഫർ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ വിളിച്ചിട്ട് പെരുന്നാളുമായിട്ട് ഓണം സെലിബ്രേഷൻസ് വന്ന് ക്ലാഷ് ആവുന്നത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. മരിയമോൾക്ക് ഹോളി ക്രോസിൽ ഓണം സെലിബ്രേഷൻ ആണ്. പിന്നെ കുക്കൂനും നിലൂനും നമ്മുടെ സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ട്. ഓട്സ് കുറച്ച് വെള്ളത്തിലിട്ട് അല്പം ഉപ്പും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തിളച്ച് കുറുകി വരുമ്പോഴാണ് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച് വരുമ്പോൾ കട്ടി കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യും. പെട്ടെന്ന് കുടിച്ചിട്ട് ഇറങ്ങാനായിട്ട് ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റുന്ന പരുവത്തിനാണ് ഞാൻ ഓട്സ് റെഡിയാക്കി എടുക്കുന്നത്. അമ്മ ബോൾ ഉണ്ടാക്കി തിന്നാന്ന് പറഞ്ഞു. കയ്യപ്പം എന്നൊക്കെ പല സ്ഥലത്തും പറയും. ഗോതമ്പ് മാവും തേങ്ങയൊക്കെ വെച്ച് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ അമ്മ ഫ്രീ അല്ലേ, അപ്പം അമ്മയ്ക്ക് നൈസായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ കഴിക്കാം. എഗ്ഗ് ഞാൻ ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് കുക്കു പറയുന്നത് അവന് പുലിയുടെ കോസ്റ്റ്യൂം വേണമെന്ന്. അങ്ങനെ ഞാനും അലനും കൂടെ വൈകുന്നേരം പോയി കോസ്റ്റ്യൂമും മേടിച്ചു. മരിയക്കുള്ള പൂവൊക്കെ മേടിച്ചിരുന്നു. രാത്രി ഈ സാരിക്കകത്ത് ഇവളെ നിർത്തിയിട്ട് ഇതുപോലെ സെറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ സാരി ഉടുപ്പിക്കാൻ വലിയ പാടില്ലായിരുന്നു. മുല്ലപ്പൂവിനൊക്കെ എന്താ വില? ഞാനും സാരി ഉടുക്കാന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നെ ഇന്നലെ വൈകുന്നേരം കടയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ഞാൻ ഇത്തിരി സ്റ്റോൺ വർക്കും പിന്നെ കസവ് മോഡലൊക്കെ തോന്നിക്കുന്ന ഒരു ചുരിദാർ അങ്ങ് എടുത്തു. അല്ലെങ്കിൽ രാവിലെ ഇവരെയൊക്കെ ഒരുക്കി വരുമ്പോൾ എനിക്കൊരു സാരി ഉടുക്കാനും കൂടെയുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ മാസത്തിൽ 1 തവണ സാരി ഉടുക്കാനുള്ള ത്രാണിയേ എനിക്കുള്ളൂ. ഫോട്ടോ സെഷനിൽ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പപ്പയുടെ ഓട്ടോയിൽ കയറി പിള്ളേരെ സ്കൂളിലാക്കി ഞാൻ നേരെ കോളേജിൽ ഇറങ്ങി. മരിയക്കിനി കൊട്ടിയത്ത് ഹോളി ക്രോസിലേക്ക് പോകണം. പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് എല്ലാ മത്സരങ്ങളും ഇഞ്ചോടിഞ്ചായിരുന്നു. ഇന്നത്തെ സദ്യ ഇവിടെ നിന്നാണ്. എൻ്റെ കൂടെ ജഡ്ജ് ചെയ്യാനായിട്ട് സാജൻ സാറും ഉണ്ടായിരുന്നു. ഇതാണ് സാറ്. കൂടെയുള്ളത് ഞാൻ പറഞ്ഞ ജെനിഫറാണ്. വധൂവരന്മാരും നമ്മുടെ ടീംസും ഒക്കെ ഇന്ന് സിസിജിയിലുണ്ട്. ഇവിടെയാണ് ആലൻ വർക്ക് ചെയ്യുന്നത്. ആലൻ്റെ അളിയൻ്റെതാണ് സിസിജി. ഞാനും അലനും കൂടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു ഡബിൾ സീറ്റർ എടുത്ത് പതുക്കെ തുഴഞ്ഞ് അവരുടെ അടുത്തേക്ക് എത്തി. സിസിജി ഒരു കയാക്കിംഗ് സെന്റർ ആണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നല്ലേ സൺസെറ്റ് കാണുന്നത്. ഇന്നിപ്പോൾ അതേ കായലിൽ നിന്ന് കാണാം. കോളേജിലെ സെലിബ്രേഷൻ 3:30 തീരുമ്പോൾ ഇവരുമായിട്ട് 4 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ പ്രോഗ്രാം തീർന്നപ്പോൾ വൈകിപ്പോയി. ബസ് ചേഞ്ചിന് സമയം കിട്ടായിരുന്നത് കൊണ്ട് ഞാൻ അധികം നനഞ്ഞില്ല. ഒരു ചായയും കൂടെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക്.